റെഡിയായി നിൽക്കുന്നത് കൃഷിഭവനിൽ പോകാൻ നിൽക്കുക കേട്ടോ. അവിടെ പച്ചക്കറികളുടെ വിത്തും തയ്യും ഒക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോഴത് മേടിക്കാൻ വേണ്ടി പോവുക. അപ്പോൾ ഇന്നലെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ വിത്തുകളും തയ്യും ഉണ്ട്, വന്ന് പെട്ടെന്ന് തന്നെ മേടിക്കണമെന്ന്. അപ്പോൾ അങ്ങനെ പോകാൻ റെഡി ആയിട്ട് നിൽക്കുക. ഇപ്പോൾ രാജേശ്വരി വരും, ഞാനും രാജേശ്വരിയും കൂടെ പോകുന്നത്. അപ്പോൾ പോകുന്ന കാഴ്ചകളൊക്കെ നിങ്ങളെയൊക്കെ കാണിക്കാം. അപ്പോൾ പോകുന്ന കാഴ്ചകൾ ആ ഭാഗമൊന്നും നിങ്ങൾ നമ്മുടെ കൃഷിഭവൻ്റെ ഭാഗമൊന്നും നമ്മളിതുവരെ വീഡിയോ ഒന്നും കാണിച്ചിട്ടില്ല. അപ്പോൾ ആ ഭാഗങ്ങളൊക്കെ ഒന്ന് കാണിക്കാം കേട്ടോ. ഇവിടെ വന്നിട്ടില്ലയോ? എന്തുവാ ഇവിടെ എല്ലാം അങ്ങ് വീടുകളായങ്ങ് പോണു. എത്ര വർഷമായെന്നറിയോ ഇതുവഴി വന്നിട്ട്? മിടുക്കി. ഇതുവഴിയൊക്കെ വന്നിട്ടേ വർഷങ്ങളായി. എത്രണ്ണം ഉണ്ട്? 75 ഇതാരുടെ ഇടയിൽ ഇത് ശ്രീനാഥിൻ്റെ ഒക്കെ അല്ലേ ഇത്? സഹജാണനാന്ന് വിളിക്കുന്നേ. ഇവിടെ എല്ലാം ഇവിടെ ടൂറിസ്റ്റ് മേഖലയായതുകൊണ്ടേ എല്ലായിടവും നല്ല വൃത്തിയായി കിടക്കുന്നത്. സൈഡുകളുണ്ടാക്കി കളറടിച്ച് വെച്ചേക്കുന്നു. ഇതുണ്ടോ? ഇവിടെ വന്നിരിക്കുന്നതായിരിക്കും കേട്ടോ. അവിടെ ഇരിപ്പുണ്ട്. അത് കൊള്ളത്തിലിടയാ. ചുമ്മാ തയ്യക്കൂലി കളയാന്നുള്ളതേ ഉള്ളൂ. ചോറ് കഴിക്കണം. കുറേ ഒരാൾ ഫോൺ ചെയ്ത് വരും കേട്ടോ. ഇനി നടന്നു ഞാൻ ചോറ് കഴിച്ചു. കറി കുറവായിരുന്നു ഇന്നലത്തെ ചൂരക്കറി. കിഴക്കുവശം നമ്മളെവിടെ വെച്ച് കണ്ടല്ലോ. അപ്പോൾ ഇതാണ് കല്ലുവിള അമ്പലം എന്ന് പറയുന്നത്. പിന്നെ രശ്മിയുടെയും വീട്ടിൽ മൂളച്ചൻ്റെയൊക്കെ കല്യാണം നടന്നൊരു അമ്പലവും ഓഡിറ്റോറിയമൊക്കെ കേട്ടോ. ഈ ഓഡിറ്റോറിയത്തിൽ വെച്ചായിരുന്നു ഇവിടെ ഉണ്ട് ടൂറിസ്റ്റുകൾക്ക് വന്നിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കുറേ കസേര ചെയറുണ്ടാക്കിയിട്ടേക്കുന്നുണ്ടോ. ടേബിളും തടി കൊണ്ടുണ്ടാക്കി, തടിയില്ല. ആരെങ്കിലും ഒരാളുണ്ടെന്ന് അപേക്ഷ കൊടുത്താൽ മതിയല്ലോ. വിളവെടുക്കുമ്പോഴത്തേക്ക് അവാർഡുമായിട്ട് വരട്ടെ അവര്. ഇരിപ്പുണ്ട് കേട്ടോ. 10-12 ചട്ടി ഇരിപ്പുണ്ട്. അതിലങ്ങ് വെച്ച് പിടിപ്പിക്കും. ഞാൻ വീരഭദ്ര നടയിൽ നിന്ന് മേടിച്ചതാ. നമ്മൾ ഈ പാലത്തെ കയറി പോവാന്നോ? ഈ വീട്ടിൽ താമസമുണ്ട്. ഇവിടെ പോയി ഇവിടെ ഇവരുടെ ഹോം സ്റ്റേ ആണോ? ശരി. അതുകൊണ്ട് മറ്റേ പിള്ളേർ ഇവിടെ നിന്ന് അങ്ങ് മാറിയതില്ലയോ? എത്ര കാലമായി
ഈ ഒരു സൈഡിലോട്ടൊക്കെ വന്നിട്ട് പിന്നെ വർഷങ്ങളായി. കല്യാണത്തിന് കല്യാണം അമ്പലത്തിൽ വരും, അത്രയേ ഉള്ളൂ. ആരുടെയെങ്കിലും കല്യാണം ഉണ്ടെങ്കിൽ. ഇതിനകത്തോട്ട് അങ്ങനെ ഹോം സ്റ്റേ അല്ലേ? ഇനി ഉള്ളത് അവരുടെ ആണെന്ന് പറയുന്നത്. പോയി പച്ചക്കറി വിത്ത് മേടിച്ചിട്ടുണ്ടെന്നില്ലേ, അപ്പോൾ അതിന്ന് നടാൻ പോകും കേട്ടോ. അപ്പോൾ ചേട്ടൻ്റെ അവിടെ ഇരുന്നുകൊണ്ട് ചട്ടിക്കകത്തെല്ലാം മണ്ണെല്ലാം നിറച്ച് വെച്ച്, അപ്പോൾ ആ മണ്ണിനകത്ത് നമുക്ക് നമ്മുടെ ചെടികളൊക്കെ നട്ടു നോക്കാം. അപ്പോൾ നമ്മുടെ ചട്ടിയെല്ലാം നിറച്ചിട്ടുണ്ട്. തൂത്ത് വരുന്ന കരിയില, പിന്നെ അതുപോലെ തന്നെ ചകിരിച്ചോറ്, അത് ഇതെല്ലാം ഇട്ട് വളം ഉണ്ടാക്കി അടിയിലിട്ടിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ചട്ടിക്കകത്ത് മണ്ണ് നിറച്ചതാണ്. എന്താണ്ടേ നമ്മുടെ പച്ചക്കറി വിത്ത് ഇവിടെ റെഡി ആയിട്ടിരിക്കുന്നുണ്ട്. അതുപോലെ കിളിച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ടിരിക്കുക കേട്ടോ. നമ്മൾ കൊണ്ടുവന്നതിനേക്കാൾ ഒരുപാട് മേളിലോട്ട് വന്നിട്ടുണ്ട്. 2 ഇലയും കൂടെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇതെടുത്ത് തന്നിട്ടാം. അത് വഴുതനം ചേച്ചാ, അത് വേറെ വെളി കിടക്കുന്നുണ്ട്. ആ മതി. അല്ല വഴുതനല്ലോ, അത് വെണ്ട. ഇവിടെ എല്ലാം ഒന്ന് വൃത്തിയാക്കട്ടെ. ചവർ അതിനകത്ത്. അല്ല ഇവിടെ 2 വെക്കാം ചേട്ടാ. ഒരെണ്ണം ചട്ടി വെക്കുക, എന്നിട്ട് ഒരെണ്ണം ബാക്കി ഇവിടെ വെക്കാം. ചീര പാവം കേട്ടോ. ചീരയുണ്ട്, പാവലുണ്ട്. പാവലെല്ലാം അവിടെ അടുത്ത് ഒരിടത്തോട്ട് നട്ടാരേട്ടാ. കിളിക്കുന്നേ കിളിക്കട്ടെ. കിളിക്കും അത്. മതിയല്ലേ? 10 രൂപ കൊടുത്താൽ ഒരെണ്ണം ഫ്രീ ആയിരുന്നു. പച്ചക്കറിയുടെ വിത്ത് ഞാൻ മേടിച്ചല്ല, രാജശ്രീ മേടിച്ചതാണ്. രാജശ്രീ ഒരെണ്ണം കൊണ്ടുപോയി 3 എണ്ണം തന്നു. പിന്നെ അങ്ങനെ തന്നെ അത് 1 രതിക്ക് കൊടുത്ത് വടക്കത്തെ ഇത്രയും സാധനമേ ഉള്ളൂ. പയറ്, മുളക് വേണ്ടോ, മുളകോ വഴുതനോ എന്തായാലും അവിടെ കളിക്കട്ടെ കേട്ടോ. പയറെടുത്ത് ഒരിടത്തോട്ട് കുഴിച്ച് വെച്ചാൽ ഈ വർഷത്തെ കൃഷി, അതിലേ ഇതുണ്ടോ, അടുത്ത കൃഷിയിലേക്ക് ഇറങ്ങി. മുളക്, വഴുതനം, വെണ്ട, തക്കാളി. വെള്ളം ഒഴിച്ചാലേ. മതി ചേട്ടാ. കുറച്ച് വെള്ളം കൂടെ തളിച്ചു കൊടുക്കാം. ഒന്ന് പിടിച്ചതിന് ശേഷം ദൂരോട്ട് മാറ്റി വെക്കാം. നമുക്ക് ഇവിടെ തളിച്ചോ. ചവിട്ടി വെള്ളം വീഴുന്നില്ലല്ലേ. മണ്ണ് നല്ലപോലെ നനഞ്ഞു പോയിട്ടില്ലെങ്കിൽ പിന്നെ ചോർച്ചയാണെങ്കിൽ ഇപ്പോഴേ നമ്മുടെ പച്ചക്കറിയൊക്കെ നട്ട് കഴിഞ്ഞ് അതൊക്കെ നല്ലതുപോലെ കിളിച്ച് വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുക. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ നട്ട് കുറേയൊക്കെ ഫലമുണ്ടായി. വെണ്ടയും അതും ഇതൊക്കെ ഇഷ്ടംപോലെ പിടിച്ചായിരുന്നു. അപ്പോൾ അതുപോലെ ഇതും നല്ലതുപോലെ ഒന്ന് പിടിച്ച് വരട്ടെ എന്ന് ആഗ്രഹിക്കുക കേട്ടോ. അപ്പം നമ്മുടെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ബൈ ബൈ.